بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ട നമുക്ക് ഭൗതിക ലോകത്ത് നിശ്ചയിച്ചു തന്ന ചെറിയ ആയുസ്സിനിടയിൽ വളരെ പവിത്രമായ റമളാനു ഷരീഫിലേക്ക് ഒരിക്കൽ കൂടി കടക്കാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രഥമ രാത്രിയായി മിക്കവാറും മുസ്ലിം ലോകം പ്രതീക്ഷിക്കുന്ന നാളെ വ്യാഴം അസ്തമിച്ചു വരുന്ന ആ രാത്രിയിൽ പ്രപഞ്ചത്തിലുടനീളം, വിശേഷിച്ച് ഉപരിതലങ്ങളിലും നാം കാണാത്ത, എത്തിപ്പെടാത്ത ഒരുപാട് ലോകങ്ങളിൽ മഹാത്ഭുതങ്ങൾ നാളെ അസ്തമിച്ച രാത്രിയിൽ സംഭവിക്കാൻ പോവുകയാണ്. നിരവധി ഹദീസുകളിലും ആയത്തുകളിലും ഈ രാത്രിയുടെയും അതോടുകൂടി കടന്നു വരുന്ന ആ പവിത്രമായ മാസത്തിൻ്റെയും അറ്റമില്ലാത്ത മഹത്വങ്ങൾ നിരവധി നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇദാ അഹല്ല ഹിലാലു റമളാൻ, റമളാനിൻ്റെ പിറവി ഉദിച്ചു കഴിഞ്ഞാൽ, അഥവാ അതിൻ്റെ ആദ്യ രാത്രിയിൽ, സ്വാഹൽ അർശു വൽ കുർസിയു, അർശ് കുർസി എന്ന നമ്മൾ കാണാത്ത ആ മഹാപാവനമായ അള്ളാഹുവിൻ്റെ രണ്ട് സൃഷ്ടികൾ, അതുപോലെ വൽ മലായിക്കത്തു, ഉപരിതലങ്ങളിൽ കഴിയുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ സൃഷ്ടികളായ മാലാക്കമാർ, അതുപോലെ ഒമാ ദൂനഹും, അവർക്ക് കീഴിലുള്ളവരും താഴെയുള്ളവരും, യഖൂലൂൻ, ആദ്യ റമളാനിൻ്റെ ആദ്യ രാത്രിയിൽ അവർ വിളിച്ചു പറയും, തൂബാലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനാണ് എല്ലാ സന്തോഷങ്ങളും. ബിമാ ഇൻദല്ലാഹി ലഹും, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച മിനൽ കറാമ, വലിയ ആദരവ് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അവൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഈ മാസത്തിൽ ഒരുക്കി വച്ച മഹത്വങ്ങളും ആദരവുകളും കാരണം സർവസന്തോഷങ്ങളും മുത്തുനബിയുടെ ഉമ്മത്തിനിക്കാണ്. മാത്രമല്ല വസ്തഗ്ഫറത്ത് ലഹും, നാളെ രാത്രിയിൽ ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങുകയാണ്. പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കും. അശംസു, അള്ളാഹുവിൻ്റെ സൂര്യൻ, വൽ ഖമറു, ചന്ദ്രനും, വൽ കവാക്കിബു, മറ്റുള്ള നക്ഷത്രങ്ങൾ, വത്തുയൂറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന പറവകൾ, വസ്സമകു ഫിൽ മാ, വെള്ളത്തിൽ നീന്തിക്കളിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ വരെ, ഇല്ല ശയാത്തീൻ, ചെകുത്താനും അവൻ്റെ അനുയായികളും, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയും അവൻ്റെ ശിങ്കിടികളുമല്ലാത്ത പടച്ചറബിൻ്റെ മുഴുവൻ പടപ്പുകളും ഈ ഉമ്മത്തിന് വേണ്ടി ദോഷം പൊറുക്കാൻ ആവശ്യപ്പെടുകയാണ് നാളെ വരുന്ന രാത്രിയിൽ, റമളാനിൻ്റെ ആദ്യ രാത്രിയിലെന്ന് ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിൻ്റെ ആദ്യ രാത്രി ആഗതമായാൽ, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കും, മൻ യുഹിബ്ബുനാ ഫനുഹിബ്ബുഹു, എന്നെ സ്നേഹിക്കുന്നവർ ആരാണ്? മൻ ദല്ലദീ യുഹിബ്ബുനാ ഫനുഹിബ്ബു, നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് അവനെ സ്നേഹിക്കാനാണ്. അതുപോലെ വമൻ ദല്ലദീ യത്ലുബുനാ, നമ്മളെ അന്വേഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഫനത്ലുബുഹു, നാം അവനെയും അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. മൻ ദല്ലദീ യസ്തഗ്ഫിറു ലനാ, നമ്മോട് ആരെങ്കിലും പാപമോചനം ആവശ്യപ്പെടുന്നവരുണ്ടോ? ഫനഗ്ഫിറു ലഹു,
അവനിക്ക് നാം ദോഷം പൊറുക്കാൻ കാത്തിരിക്കുകയാണ്. ബിഹുർമത്തി റമളാൻ, ഈ പവിത്രമായ മാസത്തിന്റെ റമളാനിന്റെ പവിത്രത കൊണ്ടെന്ന് ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, ഔഹല്ലാഹു ഇലാ മൂസ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വഹി അറിയിച്ചതായി. കതബതു അലാ നഫ്സി, എന്റെ തടിയുടെ മേലിൽ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലാ അറുദ്ദ ദഅവത സ്വാഇമി റമളാൻ, റമളാനിലെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയെ ഒരിക്കലും നിരാകരിക്കുന്നതിന്, അതിനെ തട്ടിക്കളയലിനെ, സ്വീകരിക്കാതിരിക്കലിനെ, ഞാൻ തട്ടിക്കളയാതിരിക്കലിനെ ഞാൻ എൻ്റെ തടിയുടെ മേലിൽ ഞാൻ നിർബന്ധമാക്കി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നി, മാത്രമല്ല അള്ളാഹു പറയുകയാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട്, നിശ്ചയം ഞാൻ ഉൽഹിമുസ്സമാവാതി വൽ അർള വത്തുയൂറ വദ്ദവാബ്, ആകാശങ്ങളോടും ഭൂമികൾക്കും അതുപോലെ പറവകൾക്കും അതുപോലെ മറ്റുള്ള സർവ്വജീവികൾക്കും ഞാൻ തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ഈ ആദ്യ രാത്രിയിൽ അന്തസ്തഗ്ഫിറ ലിസ്വാഇമി റമളാൻ, വിശുദ്ധ റമളാനിൽ നിയമങ്ങൾ പാലിച്ച് നോമ്പെടുക്കുന്നവരുടെ പാപമോചനത്തിന് വേണ്ടി അർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഈ കാണുന്ന പ്രപഞ്ചത്തോടകിലും ഞാൻ തോന്നിപ്പിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട്. വിശുദ്ധ റമളാനിലെ ആദ്യ രാത്രിയുടെ മഹത്വമായി നിരവധി പ്രത്യേകതകൾ മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. അതുപോലെ ഇതാക്കാൻ അവ്വലുലൈലത്തിൻ മിൻ റമളാൻ, വിശുദ്ധ റമളാനിന്റെ ആദ്യ രാത്രി ആഗതമായാൽ സുഫിദത്തി ശയാത്തീൻ, എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ബന്ദ് ചെയ്യപ്പെടും. നരകത്തിന്റെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് ലഹാ മിൻഹാ ബാബുൻ, നരകത്തിന്റെ ഒരു വാതിലും വിശുദ്ധ റമളാനിൽ തുറക്കപ്പെടുകയേ ഇല്ല. മാത്രമല്ല ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന, സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും മലർക്കെ തുറന്നു വെക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, ആ കവാടങ്ങളിൽ നിന്ന് ഒന്നുമേ പരിശുദ്ധമായ റമളാനിൽ അടക്കപ്പെടുകയേ ഇല്ല. മാത്രമല്ല വയുനാദി മുനാദിൻ, അതാ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്നും ഒരു മാലാക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, നാളെ രാത്രിയിൽ ആരംഭിക്കാൻ പോകുന്ന അത്ഭുതങ്ങളാണ്. യാ ബാഗിയൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ, അഖ്ബിൽ, മുന്നോട്ട് വാ, സജീവമാകൂ, ഈ സമയങ്ങൾ നിനക്കുള്ള സമയങ്ങളാണ്. വയാ ബാഗിയ ശർരി അഖ്സിർ, ഓ തിന്മ ലക്ഷ്യം വെച്ച് നടക്കുന്ന അകൃതരായി ജീവിക്കുന്നവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ, നിർത്തിവെക്കുക പണി എന്ന് ഒരു മാലാക്ക നിരന്തരമായി വിളിച്ചു പറയാൻ നാളെ ആരംഭിക്കാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ എത്രയോ മഹത്വങ്ങൾ ഈ ആദ്യ രാത്രിക്ക് കിതാബുകളിൽ ഹദീസുകളിലും കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഈ റമളാനു ഷരീഫായാൽ ഏത് തോന്നിവാസികളും അവരുടെ തോന്നിവാസങ്ങൾ നിർത്തി, പള്ളി കാണാത്തവർ പള്ളിയുടെ അകം കാണുന്ന, മുസ്ഹഫ് തുറന്നു നോക്കാത്തവർ തുറന്നു നോക്കുന്ന, ഒരു കാശും ദാനം ചെയ്യാൻ മടിക്കുന്ന കൈകൾ പോലും അയഞ്ഞ് നല്ലവണ്ണം ദാനം ചെയ്യുന്ന വളരെ പവിത്രമായ സമയങ്ങളാണ്. ഏത് കുരുത്തം കെട്ടവനും ഒരുപാട് നന്മകൾ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാനിൽ ശൈത്താന്മാരെ ബന്ദ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞത് ആ നിലക്ക് നമുക്കതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പല അർത്ഥങ്ങളും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രത്യേകമായി നമ്മുടെ ചെറുപ്പക്കാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, പള്ളി ലോക്ക്ഡൌൺ കാരണം റമളാൻ തീരുന്നതുവരെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമളാൻ പ്രമാണിച്ച് 5 നേരത്തെ നിസ്കാരങ്ങളിലും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സജീവമാകുന്നതാണ്. വിശേഷിച്ച് റമളാൻ പ്രമാണിച്ച് അവരിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിരുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ അങ്ങാടികളിലും മറ്റുമൊക്കെയായിരുന്നു. ഇപ്പോൾ പള്ളി നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയായതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാർ പ്രത്യേകമായി ഈ സമയങ്ങൾ പള്ളിയില്ല എന്ന് കരുതി പഴയ നിലപാടുകളും പഴയ പല്ലവികളും ഒന്ന് നിർത്തി വളരെ സജീവമായി നമ്മുടെ കുടുംബത്തോടൊത്ത് നമ്മുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായി നിസ്കാരങ്ങളും മറ്റ്
സുന്നത്തുകളും കാര്യങ്ങളും നിർവഹിക്കുന്നതിൽ ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധ കാണിക്കണമെന്ന്, പള്ളിയില്ലാത്തതിൻ്റെ പേരിൽ ആ ഒരു കാര്യത്തിൽ നമ്മളിൽ നിന്ന് ഒന്നൊരു മോശവും വന്നുകൂടാ എന്ന് പ്രത്യേകമായി ഈ സമയത്ത് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമളാൻ, അതുപോലെ റമളാനിന്റെ ആദ്യ രാത്രി ആഗതമായാൽ ഹബ്ബത്ത് റീഹും മിൻ തഹ്തിൽ അർശ്, അർശ് എന്ന മഹാസൃഷ്ടിയുടെ അടിഭാഗത്ത് നിന്ന് നല്ല ഒരു മന്നമാരുതൻ അടിച്ചു വീശുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫസഫഖത് ഔറാഖ അസ്ജാരിൽ ജന്ന, ആ കാറ്റ് അടിച്ചു വീശിച്ചെന്ന് സ്വർഗത്തിന്റെ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ തുറന്ന് അതിന്റെ ഉള്ളിലുള്ള മരങ്ങളിലെ വൃക്ഷങ്ങളിലെ ഇലകളെ മർമ്മരം കൊള്ളിക്കുമെന്നും അതിലെ വാതിലുകളിലും മറ്റുമുള്ള വട്ടക്കണ്ണികളും കിണാദികളും പരസ്പരം ആടിയുലഞ്ഞ് ആരവം മുഴക്കുമെന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ മന്നമാരുതനും ഈ അത്ഭുതങ്ങളും കാണുന്ന ഹൂരികളായ സ്വർഗീയ വനിതകൾ അതാ റിദ്വാൻ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, എന്താണ് ഈ കാണുന്നത് റിദ്വാൻ? അവിടുന്ന് മറുപടി പറയുന്നു, ഇത് മുത്തുനബിയുടെ ഉമ്മത്തിന് അള്ളാഹു കൊടുത്ത റമളാനിന്റെ ആദ്യ രാത്രി പ്രമാണിച്ച് അള്ളാഹു അലങ്കരിച്ചതാണ്, ഈ കാണിച്ച അത്ഭുതങ്ങളാണെന്ന് റിദ്വാൻ അലൈഹിസ്സലാം മറുപടി പറയുന്നു. ആ സമയത്ത് ആ ഹൂരികളായ പെണ്ണുങ്ങൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ്, യാ റബ്ബ്, അല്ലാഹുവേ, ഇജ്അൽ ലനാ, ഞങ്ങൾക്ക് നീ ആക്കിത്തരണമേ, മിൻ ഇബാദിക സ്വാഇമീന അസ്വാജ, നിന്റെ നോമ്പെടുത്ത് നടക്കുന്ന അടിമകളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല ഇണകളെ നീ ഞങ്ങൾക്ക് വേണ്ടി ആക്കിത്തരണേ അല്ലാ. തഖറു അയ്യുനുനാ ബിഹിം വതഖറു അയ്യുനുഹും ബിനാ, ഞങ്ങൾക്ക് അവരെ കണ്ടും അവർക്ക് ഞങ്ങളെ കണ്ടും കണ്ണ് കുളിർക്കാമല്ലോ, മനസ്സ് സന്തോഷിക്കാമല്ലോ എന്ന് ഹൂരികളായ സ്വർഗീയ വനിതകൾ ആദ്യ രാത്രി മുതൽ റമളാൻ തീരുന്നത് വരെ എല്ലാ സ്വർഗത്തിന്റെ വാതിലുകളിലും സജീവമായി ഈ ഉമ്മത്തിലെ നോമ്പുകാരിലേക്ക് ആശിച്ച് കഴിയുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന്റെ പുറമെ പ്രത്യേകമായി മറ്റൊരു ഹദീസ്, തുഫ്തഹു അബ്വാബുൽ സമാ, ആകാശലോകത്തിന്റെ വാതിലുകൾ മുഴുവനും നാളെ രാത്രി തുറക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം? മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഈ മാസത്തിൽ മനുഷ്യൻ ചെയ്യുന്ന സുകൃതങ്ങൾ അത് ഉയർത്തപ്പെടാതിരിക്കുകയില്ല. നമ്മുടെ സുകൃതങ്ങൾ പടച്ച റബ്ബിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് കവാടങ്ങൾ ആകാശലോകത്ത് തുറക്കപ്പെടുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ അളവറ്റ കണക്കല്ലാത്ത അറ്റമില്ലാത്ത കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും വർഷിക്കാൻ വേണ്ടിയാണ് ആകാശലോകത്തെ ഉപരിതലങ്ങളിലെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നതെന്നും പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഓരോ ദിവസവും നമ്മുടെ നന്മകൾ പടച്ച റബ്ബിലേക്ക് ഉയർത്തപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ഉയർത്തപ്പെടുന്ന അമലുകളും ഉയർത്തപ്പെടാത്ത സുകൃതങ്ങളും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മൻ കാന ഫീ ഖൽബിഹി ശഹനാ, ഉറ്റവരോടും ഉടയവരോടും ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരോടും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും വിരോധവും ശത്രുതയും അറപ്പും ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമിനോട്, ഏതെങ്കിലും ഒരു വേണ്ടപ്പെട്ടവനോട് വല്ല വെറുപ്പും അറപ്പും മനസ്സിൽ വിരോധവും വൈരാഗ്യവും ഉണ്ടോ? അവന്റെ അമലുകൾ എത്ര വലിയ സുകൃതങ്ങളാണെങ്കിലും ശരി, അത് പടച്ച റബ്ബിലേക്ക് ഉയർത്തപ്പെടുകയില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട, വളരെ ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നാം ചെയ്യുന്ന സുകൃതങ്ങൾ അത് സ്വീകരിക്കപ്പെടാതിരുന്നാൽ, പടച്ച റബ്ബിന്റെ സാന്നിധ്യത്തിലേക്ക് ഉയർത്തപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് വളരെ ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പോൾ ലോക്ക്ഡൌൺ കാരണം നമ്മൾ പരസ്പരം കുടുംബങ്ങളുമായി ഒത്തൊരുമിച്ച് അവരൊക്കെ ആരാണെന്ന് തിരിച്ചറിയാൻ നല്ല ഒരു സാഹചര്യമാണ്. ലോക്ക്ഡൌണിൽ ലഭിച്ച പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമ്മുടെ ഉറ്റവരും ഉടയവരും ആരെന്ന് അകന്ന് കഴിഞ്ഞിരുന്നവർക്കൊക്കെ കൂടി ആടി പഠിക്കാനുള്ള നല്ല ഒരു അവസരമാണ് ഈ സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ സ്ത്രീകൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് അവർ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ, ശമ്പളം പറ്റാതെ മിഷീന് പോലെ വിശ്രമമില്ലാതെ നേരം പുലർന്ന് രാത്രി വൈകും വരെ ഒരു ഇടതടവും വിശ്രമങ്ങളും ഇല്ലാതെ അവർ അധ്വാനിക്കുന്നതും നമ്മൾക്ക് സേവനങ്ങൾ ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതും അവരതിനു വേണ്ടി പ്രയാസപ്പെടുന്നതും എല്ലാം നാം ഇപ്പോൾ ഈ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് നല്ലവണ്ണം ഇതുവരെ കാണാത്തവർക്ക് പോലും കണ്ടു ബോധ്യപ്പെടാൻ നല്ല
അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ അവരുമായി നമ്മൾ എത്ര കണ്ട് കടമപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തുപോയി നമ്മുടെ ഗുണത്തിന് വേണ്ടി നമ്മെ സ്നേഹിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനാണെന്നും അത് നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പൊ വീട്ടിന്റെ ഉള്ളിൽ സംഭവിച്ച ഡൗണുകൾ നമുക്കെല്ലാവർക്കും അറിയാം. അവർ ലോക്കായതോടുകൂടി നമ്മുടെ അടുക്കളകളൊക്കെ ഡൗണായി മാറിയിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ നല്ലവണ്ണം അതിന്റെ കയ്പുനീര് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവർ പുറത്തുപോയി വെയിൽ കൊണ്ടും മറ്റും അധ്വാനിക്കുന്നതിന്റെ ഫലം അവരാണ് നമ്മുടെ എല്ലാം എന്ന് ബോധ്യപ്പെടാൻ ഈ സമയത്ത് സഹോദരിമാർക്കും നല്ല അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ, തമ്മിലുള്ള കടപ്പാടുകളുടെ പെരുപ്പം എത്രയാണെന്ന് ബോധ്യപ്പെടാൻ ഈ സമയം നല്ലവണ്ണം നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ചില്ലറ കാര്യങ്ങളൊക്കെ നനച്ചുകുളിയുടെയും മറ്റുമൊക്കെ പേരിൽ പരസ്പരം കൂടിയാടി സഹകരിച്ച് ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ പുരുഷന്മാരുടെ വരുമാനക്കുറവ് കാരണം നമുക്ക് സംഭവിച്ച ഡിമ്മ്, അതിലൊക്കെ പൊരുത്തപ്പെട്ടവരോട് സഹകരിക്കാൻ സ്ത്രീകൾക്കും ഒക്കെ കൂടിയാടി സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. ഒരുപാട് കറകളൊക്കെ പരസ്പരമുള്ളത് നീക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. ഒറ്റപ്പെട്ട കുടുംബങ്ങളിൽ നേരെ മറിച്ചും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ നമ്മൾ തമ്മിൽ പടപ്പുകളിൽ ഏറ്റവും കൂടുതൽ കടമപ്പെട്ട പ്രിയപ്പെട്ട ഉറ്റവരോടാണ് നമ്മൾ ഏറ്റവും മനസ്സ് വേദനിപ്പിക്കുന്ന പ്രകടനങ്ങളും പെരുമാറ്റങ്ങളും സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതൊക്കെ മറന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ എന്ത് കറകളും പോരുകളും വിരോധങ്ങളും വൈരാഗ്യങ്ങളും ആരോടുണ്ടെങ്കിലും അത് മുഴുവനും കറ നീക്കി വൃത്തിയാക്കാതെ നാളത്തെ വരുന്ന അത്ഭുത രാവിനെ എതിരേൽക്കാൻ നമ്മൾ ഒരിക്കലും തുനിയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സ് കറകൾ നീക്കി വളരെ ശ്രദ്ധിച്ചു വേണം അമൂല്യങ്ങളായ ആ സമയങ്ങൾ സുഹൃതങ്ങളിൽ മുഴുകി ഉപയോഗപ്പെടുത്താൻ. എങ്കിലേ അള്ളാഹുവിലേക്ക് നമ്മുടെ സുഹൃതങ്ങൾ ഉയർത്തപ്പെടുകയുള്ളൂ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അതുപോലെ നാളത്തെ രാത്രിക്ക് ഒരുപാട് മഹത്വങ്ങളും അത്ഭുതങ്ങളും എത്രയോ നമ്മൾ ഹദീസുകളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതലായി കടക്കുകയല്ല. പരിശുദ്ധമായ ഖുർആനിൽ ഈ വരുന്ന മാസത്തെ സംബന്ധിച്ച് ആയത്തുകളിൽ കാണാം, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് ഈ മാസത്തിലെ ഏറ്റവും വലിയ മഹത്വത്തിന് കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനുമായി കാലങ്ങളായി നമ്മൾക്ക് ഉണ്ടായിത്തീർന്ന അകൽച്ച അത് പരിഹരിക്കാൻ ഈ സമയങ്ങൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് പറയുന്നു, ആയതിനാൽ ആ മാസത്തിൽ സന്നിഹിതരാകുന്നവർ നോമ്പെന്ന നിർബന്ധ ബാധ്യത നിറവേറ്റിക്കൊള്ളട്ടെ. അതുപോലെ ആർക്കെങ്കിലും യാത്ര കാരണം, രോഗം കാരണം നോമ്പിന് പ്രയാസം തോന്നുന്നവരുണ്ടെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്നില്ല. അവർ റമദാൻ കഴിഞ്ഞ് ഈ പ്രതിബന്ധങ്ങൾ നീങ്ങി സൗകര്യം പോലെ ആ ദിവസത്തിന്റെ എണ്ണങ്ങൾ നോറ്റുവീട്ടിയാൽ മതി എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമുള്ള ഒരു റമദാനാണ് വരാൻ പോകുന്നത്. ആലോചിച്ചു നോക്കൂ, 2 പ്രതിബന്ധങ്ങളാണ് നോമ്പിൽ നിന്ന് മാറി നിൽക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സഫറും മറളും, യാത്രയും രോഗവും. ഈ 2 കാര്യത്തിലും കാര്യമായ മാറ്റം സംഭവിച്ച ഒരു റമദാനാണ് നാളെ മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഈ യാത്ര ലോക്ക്ഡൌൺ കാരണം ഒരു നോമ്പുകാരനിക്കും ഫ്ലൈറ്റ് യാത്രയോ ട്രെയിൻ യാത്രയോ ബസ് യാത്രയോ മറ്റുള്ള യാത്രകൾ കാരണം നോമ്പിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ റമദാനിലില്ല. ഇന്ന് വരെ കാണാത്ത, ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടുണ്ടോ സംശയം തോന്നുന്ന ഒരു റമദാനാണ് മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ളത്. യാത്രകളില്ല. അതുപോലെ രോഗത്തിന്റെ കാര്യം അതിലേറെ അത്ഭുതം. സുബ്ഹാനല്ലാഹ്, ഈ ലോക്ക്ഡൌണിൽ നമ്മൾ പഠിച്ച നല്ല ഒരു പാഠം, നമ്മൾ ഈ മരുന്നുകളൊക്കെ അടിച്ച് കയറ്റിയിരുന്നത് വെറുതെയാണെന്നും ഇതെല്ലാം ബിസിനസിന്റെ ഭാഗമാണെന്നും, നിത്യരോഗികൾക്ക് പോലും ഇപ്പോൾ യാതൊരു തകരാറും, ഹോസ്പിറ്റലുകളിലൊക്കെ വളരെ ജനശൂന്യമായ അവസ്ഥ, ഡോക്ടർമാർ മുഴുവൻ ലീവിൽ, ഇത്രയും മാസങ്ങൾ ഈ രോഗികളൊക്കെ എന്ത് ചെയ്തു നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് നല്ല പാഠങ്ങൾ ആരോഗ്യപരമായി, ആത്മീയമായി, ഭൗതികമായി ഈ ലോക്ക്ഡൌണിൽ പടച്ച റബ്ബ് ഈ ലോകത്തെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രോഗികൾ വളരെ കുറവാണ്. ഇനി അതിന്റെ പുറമെ
ഈ വരുന്ന റമദാൻ മുഖേന നമ്മുടെ രോഗങ്ങളൊക്കെ വളരെ നല്ല നോർമലായ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി പോവുകയാണ്. ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ റമദാനിൻ്റെയൊക്കെ അവസ്ഥ. റമദാൻ വരുന്നതോടുകൂടി അതാ മാംസ കച്ചവടങ്ങളും പലതരം പലഹാരങ്ങളുടെ പണിത്തരങ്ങളുമായി അങ്ങാടികളൊക്കെ വൈകുന്നേരമായാൽ സജീവമാകുന്ന രംഗമായിരുന്നു. ഇങ്ങനെ പഴകിയതും പൊളിച്ചതുമായ എണ്ണയിലും മറ്റും വറുത്തെടുത്ത ആ എണ്ണ പലഹാരങ്ങളും മറ്റും അറ്റമില്ലാതെ കഴിച്ചിരുന്ന നോമ്പ് തുറകൾ ഈ നോമ്പ് കാലത്ത് നമ്മൾ കാണുകയില്ല. കരിച്ചതും പൊരിച്ചതും കുറയുകയും എല്ലാ സുഭിക്ഷമായ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഉപയോഗങ്ങളൊക്കെ എല്ലാം ഡൗണായി. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ നമ്മളിൽ വന്നിരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ വലിയ മാറ്റം സംഭവിക്കാനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. ഏതായിരുന്നാലും രോഗം കാരണം അതുപോലെ യാത്ര കാരണം നോമ്പിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം കുറഞ്ഞ ഒരു അത്ഭുതമുള്ള റമദാനാണ് ഈ നാളെ മുതൽ നമുക്ക് കിട്ടുന്ന റമദാൻ എന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പള്ളികളൊക്കെ നമ്മുടേതല്ലാത്ത കാരണത്താൽ തടയപ്പെട്ടെങ്കിലും ഒരുപാട് വലിയ വലിയ സദസ്സുകൾ നിഷേധിക്കപ്പെട്ടെങ്കിലും അതൊന്നും നമ്മുടേതല്ലാത്ത കാരണമായതിനാൽ അതൊക്കെ അനുഭവിച്ചതിന്റെ ഫലം പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ വകയായി നൽകുമെന്ന് വിശ്വാസികൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു അതിനുള്ള ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരന്മാരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, കുടുംബത്തോട് കൂടുതൽ അടുക്കാനും അവരുമായി ബന്ധപ്പെട്ടുണ്ടായ വിള്ളിച്ചകളും പാളിച്ചകളും അകലിച്ചകളും മാനസികമായ പൊരുത്തക്കേടുകളും ഒക്കെ പരിഹരിക്കപ്പെട്ട് വളരെ ഒറ്റക്കെട്ടായി ഓരോ കുടുംബങ്ങളും വളരെ സന്തോഷത്തോടെ ഈ റമദാൻ ഉപയോഗപ്പെടുത്തണം. എല്ലാ വക്ത് നിസ്കാരങ്ങളും തറാവീഹ് വിശേഷിച്ചും അതിൻ്റെ ശേഷമുള്ള ജമാഅത്തും എല്ലാം നല്ല ചിട്ടകളും നിയമങ്ങളും പാലിച്ച് ജമാഅത്തായി വീട്ടുകാർ ഒന്നിച്ച് നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് കൂടി ജമാഅത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന മസാലകൾ ദിവസങ്ങളായി ഓൺലൈനിലും മറ്റുമൊക്കെ പല നിലക്കും അതിൻ്റെ രൂപങ്ങൾ വരച്ച് കാണിച്ചും മറ്റുമൊക്കെ വിശദീകരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാണാത്തവരും ഉണ്ടായിരിക്കാം. പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് നിസ്കരിക്കും ഒരിക്കലും ഒരു പെണ്ണിന് ഇമാമ് നിൽക്കേണ്ട ഒരു സാധ്യതയും മസലയും ഇസ്ലാമിലില്ല. പലരും ചോദിച്ചിരുന്നു, മുതിർന്നത് പെണ്ണാണ് അല്ലെങ്കിൽ വിവരം കൂടുതലുള്ളത് പെണ്ണാണ് എന്ന കാരണം കൊണ്ട് പിന്നിൽ മഅ്മൂമായി ആണുണ്ടായിരിക്കെ പെണ്ണ് ഇമാമ് നിൽക്കുന്ന ഒരു മസല ഒരിക്കലും ഇല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഏത് വല്യമ്മയാണെങ്കിലും ഹജ്ജുമ്മയാണെങ്കിലും പിന്നിൽ ആണുങ്ങളെ മഅ്മൂമാക്കി നിർത്തിക്കൊണ്ട് ഇമാമ് നിൽക്കാൻ പെണ്ണുങ്ങൾക്ക് അവകാശമില്ല. അതുപോലെ പെണ്ണും ആണും ഒരുമിച്ചുണ്ടാകുമ്പോൾ ഒരു പെണ്ണ് മാത്രം ഒരു പുരുഷന്റെ പിന്നിൽ, അത് ഭാര്യയോ അല്ലെങ്കിൽ ഉമ്മയോ പെങ്ങളോ മകളോ ആരെങ്കിലും ആകാം, അങ്ങനെയാകുമ്പോൾ ആ പുരുഷന്റെ നേരെ ബാക്കിൽ ഒരു സ്വഫ് അകലത്തിലാണ് ആ പെണ്ണ് നിൽക്കേണ്ടത്. ഒരു പുരുഷൻ മാത്രം മൗമമാകുമ്പോഴുള്ള അവസ്ഥയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പുരുഷൻ മാത്രം മറ്റൊരു പുരുഷനോട് തുടരുമ്പോൾ ആ ഇമാമായി നിൽക്കുന്നവന്റെ മടമ്പിനോട് കാലിന്റെ വിരൽ മുന്താത്ത രൂപത്തിൽ അത്രയും അടുത്ത് അവന്റെ വലതുഭാഗത്താണ് ആ മൗമുമായ പുരുഷൻ നിൽക്കേണ്ടത്. അതേ സ്ഥാനത്ത് സ്ത്രീയാണെങ്കിൽ അങ്ങനെയല്ല, അവന്റെ വലതുഭാഗത്ത് നിൽക്കാൻ പാടില്ല. ആരോ ചോദിച്ചിരുന്നു, നേരെ പിന്നിൽ സ്ത്രീകൾക്ക് ഈ നിയമം പാലിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അത്രയും ഇടുങ്ങിയ റൂമേ ഉള്ളൂ എങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വലതുഭാഗത്തോ മറ്റോ ഒക്കെ നിന്ന് ആ രൂപത്തിൽ ജമാഅത്തായി നിസ്കരിച്ചാൽ ആ കറാഹത്ത് ഇല്ലാതെയാകുന്നതും ജമാഅത്തിന്റെ കൂലി കിട്ടാനുമാണ് സാധ്യത. കാരണം ഉദറുണ്ടായിട്ടാണല്ലോ, സൗകര്യമില്ലാത്തത് കൊണ്ടാണല്ലോ. അത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പുരുഷൻ ഇമാമ് നിൽക്കുന്നു, പിന്നിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവരൊരു സ്വഫായി നിൽക്കുന്നു. ഒരാൾ മാത്രമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇമാമിനോട് വലതുഭാഗത്ത് അടുത്തായി നിൽക്കുന്നു. പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങൾ ഒന്നാണെങ്കിലും കൂട്ടമാണെങ്കിലും ആ മഅ്മൂമായ ആണിന്റെ പിന്നിൽ, ആണുങ്ങളുടെ പിന്നിൽ ഒരു സ്വഫ് അകലത്തിൽ അവർ നിരയായി സ്വഫായി നിൽക്കുകയാണ് വേണ്ടത്. എല്ലാ നിയമങ്ങളും ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ നിയമങ്ങൾ മിക്ക സ്ത്രീകൾക്കും പലർക്കും വിവരക്കുറവുകൾ ഉണ്ടാകും. അതെല്ലാം പഠിച്ച് വലിയ വലിയ ഉസ്താദുമാരുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, വളരെ ഉപകാരപ്പെടുന്ന നല്ല നല്ല ക്ലാസ്സുകൾ വലിയ പണ്ഡിതന്മാരുടെ, പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ടതാണ് സമാദരണീയരായ ബദറുസ്സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പയുടെ സ്നേഹ കുടുംബം എന്ന പേരിൽ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നല്ല പഠിച്ച് അനുഭവിച്ച വിവരങ്ങളും വലിയ വലിയ കിതാബുകളിൽ നിന്നും ആധ്യാത്മിക ലോകത്തെ ആധ്യാത്മിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകൾ പലതും
പല പണ്ഡിതന്മാരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിഞ്ഞ സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തി പ്രത്യേകം ഈ റമളാൻ നല്ലവണ്ണം സുഹൃതങ്ങളിൽ മുഴുകാൻ കഴിഞ്ഞ കാലങ്ങളിലേതുപരി ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യമായതിനാൽ പടച്ച റബ്ബിലേക്ക് എല്ലാ അർത്ഥത്തിലും അടുക്കാനുള്ള ഒരു സാഹചര്യമായി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ പാവപ്പെട്ട എൻ്റെ ശരീരത്തോടും എല്ലാവരോടും ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. തറാവീഹ് അൽഹംദുലില്ലാ വിശുദ്ധ റമളാനിലെ വിശേഷപ്പെട്ട ഇബാദത്താണ്. ഒരിക്കലും മറ്റൊരു കാലത്ത് അല്ലാഹു നൽകാത്ത ഇബാദത്ത് പ്രത്യേക ആദരവോടെ എല്ലാവരും സജീവമായും ജമാഅത്തായി വീടുകളിൽ വെച്ച് നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നോമ്പ് തുറ, നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഒരുപാട് മസലകൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. അതിനൊന്നും വിശാലമായ സമയവും സന്ദർഭവും അല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുകയല്ല. നോമ്പ് തുറ നേരത്തെ ഒരുക്കി നോമ്പ് തുറക്കുന്ന വാങ്ക് വിളിക്കുന്നതിൻ്റെ അല്പസമയം മുമ്പ് നല്ല പ്രാർത്ഥനയിൽ കുടുംബം ഒന്നിച്ചിരിക്കാൻ, ഭക്ഷണത്തിന് മുന്നിലിരുന്ന് ഹറമൈനികളിൽ കാണുന്നത് പോലെ നല്ല പ്രാർത്ഥനയിൽ മുഴുകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ടാകണം. കൂടലും കാണലും ഒക്കെ അനുവദനീയ യവർ ആ രൂപത്തിൽ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ അത്താഴം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. സുബ്ഹിക്ക് മുമ്പുള്ള ആ പരിശുദ്ധമായ സമയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാം. ആ സമയത്ത് എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്നൊരു മന്നമാരുതൻ ഭൗതിക ലോകത്തേക്ക് അടിച്ചു വീശുമെന്നും ആ വീശുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സുകൾ ആരൊക്കെയുണ്ടോ അവരെ അപ്പാടെ പൊക്കി അള്ളാഹുവിലേക്ക് ആ കാറ്റ് കാണിച്ചു കൊടുക്കുമെന്നും അവനെ അള്ളാഹു സ്വീകരിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. വല്ലാത്തൊരു സമയമാണ് സുബ്ഹിക്ക് മുമ്പുള്ള സമയം. ആ സമയത്ത് എണീറ്റ് സുബ്ഹിന്റെ ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും അത്താഴത്തിൽ നിന്ന് വിരമിക്കുന്ന രൂപത്തിലാകണം അത്താഴം നമ്മൾ സംവിധാനിക്കേണ്ടത്. അത്താഴത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ അതൊരു സുന്നത്തായ ഇബാദത്താണെന്ന കരുത്ത് നമ്മുടെ മനസ്സിൽ ഭക്ഷിക്കുന്ന സമയത്ത് ഉണ്ടാകണം. അതുപോലെ അത് രാത്രി പകുതിയായതിനു ശേഷമേ ആ അത്താഴം എന്ന പേരിൽ കഴിക്കാവൂ. അതിന്റെ മുമ്പ് കഴിച്ച ഭക്ഷണം, രാത്രി ഉറങ്ങുമ്പോൾ കഴിച്ച ഭക്ഷണം എമ്പാടും എനിക്ക് മതി, എനിക്ക് ഇനി അത്താഴം വേണ്ട എന്ന് വെച്ച് ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞാൽ അത്താഴം എന്ന വലിയ പ്രബലമായൊരു സുന്നത്ത് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അത്താഴം കഴിക്കണം, അത് വല്ലാത്ത ബറക്കത്തുള്ള ഭക്ഷണമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു ഈത്തപ്പഴം കഴിച്ചാൽ വേണ്ട സമയത്ത് എണീറ്റ് വലോബി ജുർഅത്തി മാഇൻ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ പോലും ഈ നിയ്യത്തിലാണോ ആ സമയത്തിലാണോ അതിന്റെ കൂലി ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്താഴം അത് വളരെ വൃത്തിയായി കുടുംബങ്ങൾ ഒന്നിച്ച് വളരെ സന്തോഷത്തോടെ, ആണ് വേറെ പെണ്ണ് വേറെ മുതിർന്നവർ വേറെ കുട്ടികൾ വേറെ ഈ രൂപത്തിൽ ഒറ്റപ്പെട്ട കോലത്തിലല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംഘടിച്ച് കഴിക്കണം. അതിൽ വല്ലാത്ത ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഭക്ഷണത്തിൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാരത്രിക ലോകത്തേക്ക് ആത്മീയ വിഷയങ്ങളിൽ ഉപകരിക്കുന്ന പുരോഗതി ആ ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്നാണ് അങ്ങനെയുള്ള ബറക്കത്തിന്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷണത്തിലെ ബറക്കത്ത് നിഷേധിക്കപ്പെട്ടതാണ് ഒരുപാട് അകൃതങ്ങളോട് താല്പര്യവും സുഹൃതങ്ങളോട് വെറുപ്പും നമ്മൾക്ക് തോന്നാനുള്ള കാരണം. സുഹൃതങ്ങളിൽ താല്പര്യം, നന്മകളോട് കൂടുതൽ പ്രതിബദ്ധത, താല്പര്യം, ഇതൊക്കെയാണ് ഈ ബറക്കത്ത് കൊണ്ട് മനുഷ്യനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയ നേട്ടങ്ങൾ. അത്തരത്തിൽ ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലണ്ടനിലോ ഇംഗ്ലണ്ടിലോ കുറച്ച് കാലം മുമ്പ് ഒരു പരീക്ഷണം നടന്നതിൽ കൂടിക്കഴിക്കുന്ന ഭക്ഷണത്തിൽ കുട്ടികളും ഒന്നിച്ച് കൂടിക്കഴിക്കുന്ന മക്കളിൽ ആത്മീയമായ, മാനസികമായ, ബുദ്ധിപരമായ പുരോഗതി 20 ലക്ഷം വിദ്യാർത്ഥികളെ പരീക്ഷിച്ച് 20,000 വിദ്യാർത്ഥികളെ പരീക്ഷിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് കുറച്ച് മുമ്പ് ഒരു പേപ്പറിൽ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പരീക്ഷകളിൽ മക്കൾ നല്ല മാർക്ക് നേടണമെന്ന ആഗ്രഹമുള്ള രക്ഷിതാക്കളോട് എന്ന പേരിലായിരുന്നു ആ വാർത്ത ഒരു ഹെഡിങ് ആയി വന്നിരുന്നത്. ഏതായിരുന്നാലും ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്നതിൽ ഒട്ടനവധി മഹത്വങ്ങളുണ്ട്. അതാ നിയ്യത്തിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പുണ്യ റമളാനിന്റെയും നാളെ കടന്നു വരുന്ന ആദ്യ രാത്രിയുടെയും അത്ഭുതങ്ങൾ ഈ ലോകത്ത് നമ്മൾ ആരും കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. മാലാക്കമാരൊക്കെ വളരെ സജീവമാകാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റെടുക്കുന്ന അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ രാത്രിയിൽ നടക്കുന്ന മറ്റൊരു അത്ഭുതമാണ് നളറല്ലാഹു ഇലാ ഖൽഖി. നാളെ രാത്രിയിൽ അല്ലാഹു അവന്റെ അടിമകളിലേക്ക് ഒരു നോട്ടം നോക്കും. ഇദാ നളറല്ലാഹു ഇലാ അബ്ദിൻ, ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അടിമക്ക് ആ നോട്ടം ലഭിച്ചാൽ, അള്ളാഹുവിന്റെ ആ നോട്ടം ലഭിച്ചാൽ, തീർച്ചയായും ലം യുഅദ്ദിബ് അബദാ,
ആ മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുകയില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരുപാട് മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തിയ ഹദീസുകളാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ അങ്ങേയറ്റം ആദരിച്ച മാസമാണ്. അതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ 11 മാസങ്ങളിൽ നമ്മളിൽ നിന്ന് സംഭവിച്ച എല്ലാ അരുതായ്മകളും ഈ ഒരൊറ്റ മാസം കൊണ്ട് പടച്ച റബ്ബ് പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖീല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഓ നബിയെ, മാ റമളാൻ, എന്താണ് ഈ റമളാൻ? എന്താണ് റമളാൻ? അർമലല്ലാഹു ദുനൂബ ഇബാദിഹിൽ മുഅ്മിനീൻ, അല്ലാഹു അവന്റെ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ അടിമകളിൽ നിന്ന് സംഭവിച്ച എല്ലാ പോരായ്മകളും കരിച്ചു കളയുകയും വയഗ്ഫിറുഹാ ലഹും, അവർക്കത് മുഴുവനും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന മാസമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മഗ്ഫിറത്ത് ലഭിക്കുന്നതോടുകൂടി രണ്ടാമത്തിലെ റഹ്മത്ത് നമുക്ക് ഒന്നാമത്തിലെ റഹ്മത്തോടുകൂടി മഗ്ഫിറത്ത് ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാൽ പിന്നെ ഇത്തരം പരീക്ഷണങ്ങളോ വലിയ വലിയ രോഗങ്ങളെ കൊണ്ടോ പടച്ചറബ് പരീക്ഷിക്കുകയില്ല. ഇതിൽ നിന്നൊക്കെയുള്ള മോചനത്തിന് പടച്ചറബിന്റെ റഹ്മത്തും മഗ്ഫിറത്തുമാണ് നമുക്ക് ആവശ്യം. അത് നേടാൻ വേണ്ടി മനസ്സറിഞ്ഞ് പടച്ചറബിലേക്ക് തിരിയുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമളാനിന്റെ മഹത്വങ്ങൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. റമളാൻ 12 മാസങ്ങളിലെ രാജാവും നേതാവുമായിട്ടുള്ള മാസമാണ്. ഏതുപോലെയാണ് നുസ്ഹത്തുൽ മജാലിസിൽ കാണാം, യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ 11 സഹോദരന്മാരുടെ കൂട്ടത്തിൽ 12ാമനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സീറ്റാണ് റമളാൻ എനിക്കുള്ളത്. അതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ആ 11 ജ്യേഷ്ഠ സഹോദരന്മാരെയും അള്ളാഹു സ്വീകരിച്ചത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടാണെന്ന് നമുക്കറിയാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പൊരുത്തം നേടിയത് കൊണ്ടാണെന്ന് നമുക്കറിയാം. അതുപോലെ 11 മാസങ്ങളിൽ കറപുരണ്ട് നടന്ന മനുഷ്യൻ എല്ലാം കറകൾ നീക്കി റബ്ബ് സ്വീകരിക്കുന്നത് ഈ റമളാൻ എന്ന യൂസുഫ് നബിയെ പോലെയുള്ള ഈ മാസം കൊണ്ടാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ വരുന്ന സമയങ്ങൾ വളരെ ആത്മാർത്ഥമായി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ച് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമളാൻ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ പിരിയുമ്പോൾ വളരെ സങ്കടം കാണിച്ചവരാണ് നമ്മൾ. റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് കേൾക്കുമ്പോഴേക്ക് കണ്ണ് നിറഞ്ഞിരുന്നു. ഈ സങ്കടങ്ങളൊക്കെ റമളാൻ പോയതിൻ്റെ പേരിലായിരുന്നുവെങ്കിൽ അതെല്ലാം നമ്മളൊന്ന് ഓർത്തെടുത്ത് അതുപോലെയുള്ള ഒരു റമളാനാണ് നമ്മൾ എന്തിൻ്റെ പേരിലാണോ സങ്കടപ്പെട്ടിരുന്നത്, അതുപോലെയുള്ള ഒരു മാറ്റം കുറയാത്ത, ഒരു മാറ്റങ്ങളുമില്ലാത്ത, ലോകത്തൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ റമളാനിക്ക് പള്ളികളില്ല, പലതും ഇഫ്താർ മീറ്റുകളില്ല, പലതുമില്ല. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും, എന്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റമളാൻ എന്ന മാസത്തിന്റെ പവിത്രതക്കോ മഹത്വത്തിനോ ഒരു മാറ്റം കുറഞ്ഞിട്ടില്ല, ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി റമളാനിക്ക് ഈ സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ കാരണം റമളാനിൽ ആത്മീയമായ വിഷയങ്ങളിൽ ഒരു മാറ്റങ്ങളും വരാതെ വളരെ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തണം. മൻ റഹിമ ഫീഹി, ഈ മാസത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരാൾക്ക് ലഭിച്ചാൽ ഫഹുവൽ മർഹൂം, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. വമൻ ഹുരിമ ഫീഹി, ഈ മാസത്തിൽ അത് ആർക്കെങ്കിലും തടയപ്പെട്ടാൽ ഫഹുവൽ മഹ്റൂം, അവനാണ് ഏറ്റവും വലിയ ഹതഭാഗ്യനെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ട നമുക്ക് അവൻ അത്യധികം ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് അമൂല്യങ്ങളായ ദിനരാത്രങ്ങളെ കൊണ്ട്, വിലമതിക്കാത്ത സമയങ്ങളെ കൊണ്ട്, പവിത്രമായ ഈ സമയങ്ങൾ ഒരു നിമിഷവും നഷ്ടപ്പെട്ടു പോകാതെ മനസ്സറിഞ്ഞ് സുഹൃതങ്ങളിൽ മുഖരിതരായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. മജ്ലിസുകൾ ഇല്ലാത്തതിന്റെ പേരിലോ പള്ളികൾ അടക്കപ്പെട്ടതിന്റെ പേരിലോ ഒരു നന്മകളിലും കൂടുതൽ പെരുപ്പിക്കുകയല്ലാതെ കുറയുന്ന ഒരവസ്ഥയിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.